ആദ്യമായിട്ട് കിടക്കിയ ടവലാണ് ഇത്. ഗൈസ്, നമ്മൾ ഉമ്പോച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് പോവാണ്. 18 വയസ്സായി അവന്. അപ്പം ഗ്രാൻഡായിട്ടൊരു സെലിബ്രേഷനാണ്. ഇതിനൊരു ഫുൾ വീഡിയോ ഒരു വ്ളോഗായിട്ട് ഇടാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഗോപ്സ് അകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. റെഡി ആയിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ. 6 മണിക്ക് കേക്ക് മുറിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ലേറ്റായി. അവൻ അവിടെ നിന്ന് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഈ പെട്ടെന്ന് പോയിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. 6 മണിക്ക് കേക്ക് മുറിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം തന്നെ ഏകദേശം ഒരു 6:30 സംതിങ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു ടൈമിൽ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ധൃതി പിടിച്ച് ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും ഗോപ്സ് ഫോൺ എടുത്തില്ല. അങ്ങനെ ഫോൺ നോക്കി കുറച്ച് ടൈം പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഓടിപ്പോയി നോക്കാമെന്ന്. ഞാൻ ഓടിപ്പോയപ്പോഴത്തേക്ക് നോക്കി, പക്ഷെ എനിക്ക് കിട്ടിയില്ല ഫോൺ. അങ്ങനെ പിന്നെ അവൾ ഓടി വന്നപ്പോഴത്തേക്കും എന്താ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഫോൺ. പോയിട്ട് കാണാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ 3 പേരും കൂടെ ഇറങ്ങി. വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ ട്രിപ്പിൾസ് അടിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കോള് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എവിടായി എന്നും ചോദിച്ചുകൊണ്ട്. കാരണം അവനവിടെ കേക്കും താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഞങ്ങൾ വന്നിട്ട് കേക്ക് മുറിക്കത്തുള്ളെന്നും പറഞ്ഞുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ചുമ്മാതായിരിക്കാം, ചിലപ്പം കേക്ക് മുറിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും കേക്കൊന്നും മുറിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഗൈസ്, നമ്മൾ ലൊക്കേഷനിൽ എത്തിയേക്കുവാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് പ്രസനം കാണിച്ച് കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് പ്രോഗ്രാമും എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വെപ്രാളപ്പെട്ട് ചെന്നപ്പോഴത്തേക്കും ജസ്റ്റ് തുടങ്ങിയിട്ട് പോലുമില്ല. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ആ ഒരു ബീച്ചല്ല, കായലിൻ്റെ സൈഡായിരുന്നു. അപ്പോൾ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അകത്തോട്ട് ജസ്റ്റ് ഇങ്ങനെ കയറിയപ്പം ഇത് സീലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. അതിൻ്റെ ചുറ്റും കായലാണ്. അതിൻ്റെതാ ആ ഒരു കാണിക്കുന്ന അവിടെ വെച്ചിട്ടാണ് സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഉമ്പൂറ്റി എന്ന് വെച്ചാൽ ഞങ്ങളുടെ അനിയനാണ്. അവന് 18 വയസ്സായി. അപ്പം ഒരു ചെറിയൊരു സെലിബ്രേഷൻ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഉമ്പൂറ്റി. ആ കാണുന്നതാണ് ഉമ്പൂറ്റിയുടെ അമ്മ. എനിക്കും ഉണ്ടായിരുന്നു 18 വയസ്സിലെ ബർത്ത്ഡേ. പക്ഷേ ഇതുപോലൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 18 വയസ്സിലെ ബർത്ത്ഡേ ഇത്രയും ഗ്രാൻഡായിട്ട് നടത്തുന്നത്. Hi guys, welcome to subscriber. വെട്ടമൊക്കെ പോയി ഇരുണ്ട് തുടങ്ങി. എന്നിട്ടും കേക്ക് മുറിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് വെപ്രാളപ്പെട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. കുറച്ച് ടൈം എടുത്ത് പെതിയെ വന്നാൽ മതിയായിരുന്നെന്ന്. കുറച്ച് നേരം വെയിറ്റ് ചെയ്താണ് ഇത്രയും ടൈം ഡിലേ ആയിപ്പോയത്. എന്തായാലും ഇനി ആരും നോക്കുന്നില്ല, പെട്ടെന്ന് കേക്ക് മുറിക്കാം എന്നുള്ളൊരു പ്ലാനിലെത്തി. നമ്മളിങ്ങനെ നോക്കി നിൽക്കുക, ഇപ്പം മുറിക്കും എന്നുള്ള രീതിയിൽ. കേക്ക് കഴിക്കണമല്ലോ. ഈ കാണുന്നവരൊക്കെ അവൻ്റെ റിലേറ്റീവ്സ് ആണ് കേട്ടോ. അങ്ങനെ ഫൈനലി കേക്ക് മുറിക്കാൻ പോവാണ്. കേക്ക് അവിടെ കൊണ്ട് വെച്ച് അവരത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചേച്ചിയും ചേട്ടനും ആ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തത്. അങ്ങനെ ജസ്റ്റ് കേക്ക് മുറിച്ചു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ടൈം കിട്ടിയില്ലായിരുന്നു. എന്നിട്ട് ആൻറ്റി എല്ലാവരെയും വിളിക്കുക, വാ എല്ലാവർക്കും കേക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ 1 വയസ്സ് പിറന്നാളിനൊക്കെ എല്ലാവരുടെയും പോയിട്ടുള്ളൂ. ഈ 18 വയസ്സിലെ ഈ ബർത്ത്ഡേ ഇങ്ങനെ ഒരു ആഘോഷത്തിന് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ പോകുന്നത്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, എടി നമുക്കും ഉണ്ട് ബർത്ത്ഡേ, ആരും അറിയുന്നുമില്ല, ഒന്നുമില്ല. ഇതെല്ലാം കുറച്ച് ഫാമിലി മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. നമ്മളവിടെ നിന്ന് വീഡിയോ എടുക്കുക, പിന്നെ എല്ലാവരുമായിട്ട് സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു ആ ഒരു ടൈമിൽ. കാരണം നമ്മൾ ആ ഒരു സംഭവം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മളും ആ ഒരു ഫീലിങ്ങിലോട്ട് വരുമല്ലോ. അങ്ങനെ കേക്ക് കിട്ടി. എനിക്കാണെങ്കിൽ കേക്ക് കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം അതിനകത്ത് ക്രീം കഴിക്കുന്നതാണേ. 2ാമത്തെ കേക്ക് ഞാൻ കഴിച്ചു. അങ്ങനെ ഉമ്പോറ്റിയുടെ അമ്മ അവൻ ആദ്യം ഹോസ്പിറ്റലിൽ നിന്ന് റിസീവ് ചെയ്ത ആ ഒരു ടർക്കിയാണ് അവന് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ആൻറ്റി
ഇന്ത്യ ഗിഫ്റ്റ് കൊടുത്തപ്പോഴുണ്ടല്ലോ എല്ലാവരും ഭയങ്കര ഇമോഷണലി എന്നാ പറയുന്നത് ഭയങ്കര ഹാപ്പിയായി. പരിപാടിയെല്ലാം കഴിഞ്ഞപ്പം കുറച്ചധികം താമസിച്ച് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വിളി വന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഫുഡ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പപ്പടവും അച്ചാറും സാലഡും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോ ഹട്ടിൽ പോയിരുന്ന് കഴിക്കാം. അവിടെ കാണുന്ന ഓരോ ഹട്ട് കണ്ടോ, അവിടെ നമുക്ക് കയറിയിരുന്ന് കഴിക്കാം. ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്തിട്ട് ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനും കഴിച്ചു, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓക്കെ, ബായ്.